നമസ്കാരം. കൗമുദി ടി വിയിലെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ലോകമെമ്പാടും ഭക്ഷ്യഭദ്രതയ്ക്കായി മുറവിളി കൂട്ടുന്ന ഇക്കാലത്ത് നമ്മുടെ കൊച്ചു കേരളത്തിൽ അതിനുള്ള ചെറുശ്രമങ്ങൾ പോലും പ്രകീർത്തിക്കപ്പെടേണ്ടതാണ്. പുണ്യനദിയായ പമ്പാ നദിയുടെ തീരത്ത് എരുമേലി ഗ്രാമത്തിൽ നിന്നാണ് ഇത്തവണ അതിനായുള്ള തുടക്കം. സംസ്ഥാന സർക്കാർ മൃഗസംരക്ഷണ വകുപ്പ് വഴി നടപ്പിലാക്കുന്ന മാതൃക ഗ്രാമം പദ്ധതി. കുരുന്നുകൾ മുതൽ അധ്യാപകരും സാങ്കേതിക വിദഗ്ധരും എല്ലാം കൈകോർക്കുന്ന ഈ പദ്ധതി മഹത്തായ ഒരു നാളെയെക്കുറിച്ചുള്ള സ്വപ്നം കൂടിയാണ്. ആ യാത്രയിലാണ് ഇന്ന് ഹരിതം സുന്ദരം മിഴി തുറക്കുന്നത്. ഒരുമയുടെ എരുമേലിയിൽ നിന്നും ആ കാഴ്ചകൾ കാണാം. ഹരിതം സുന്ദരം. ഒത്തൊരുമയുടെ നാടാണ് എരുമേലി. സെബസ്റ്റ്യാനോസും വാവരും അയ്യപ്പനുമൊക്കെ ഒത്തുചേരുന്ന പുണ്യഭൂമിയ. പുണ്യനദിയായ പമ്പ അവിടെ സുഹൃത പ്രവാഹിനിയായി നിൽക്കും. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ലക്ഷക്കണക്കിന് അയ്യപ്പന്മാരാണ് എരുമേലി സന്ദർശിക്കുന്നത്. പാപങ്ങൾ കഴുകിയിറക്കുന്ന പമ്പ അവർക്ക് കൂട്ടായി നിൽക്കും. പമ്പയുടെ ഓരത്തുള്ള എരുമേലി ഗ്രാമത്തെ തന്നെയാണ് ഇത്തവണ മാതൃക മൃഗസംരക്ഷണ ഗ്രാമമാക്കുവാൻ മൃഗസംരക്ഷണ വകുപ്പ് തെരഞ്ഞെടുത്തത്. സംസ്ഥാനത്ത് ഒട്ടാകെയുള്ള 12 ഗ്രാമങ്ങളാണ് മാതൃകാ ഗ്രാമങ്ങളിൽ ഉൾപ്പെടുന്നത്. അതിൽ എരുമേലിയും വരും. ഇത്തവണ മാതൃകാ ഗ്രാമം പദ്ധതിക്ക് മൃഗസംരക്ഷണ വകുപ്പ് തുടക്കം കുറിച്ചതാകട്ടെ എരുമേലിയിൽ നിന്നും. എരുമേലിയിലെ ഗ്രാമക്കാഴ്ചകൾ കാണണമെങ്കിൽ ഇങ്ങ് കണമലയിലെ സാന്തോം സ്കൂളിലെത്തണം. പാൽ, മുട്ട, ഇറച്ചി എന്നിവയുടെ കാര്യത്തിൽ ഒരു ഗ്രാമത്തെ സ്വയം പര്യാപ്തമാക്കുവാൻ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പ്രത്യേക പദ്ധതിയാണ് മാതൃകാ ഗ്രാമം പദ്ധതി. പദ്ധതിക്ക് ഇങ്ങ് സാന്തോം സ്കൂളിൽ വമ്പിച്ച വരവേൽപ്പായിരുന്നു. കോഴിമുട്ട ഉൽപ്പാദനത്തിൽ എരുമേലിയെ സ്വയം പര്യാപ്തമാക്കുവാനുള്ള പദ്ധതിയാണ് ആദ്യം തെരഞ്ഞെടുത്തത്. പേരാകട്ടെ ഭക്ഷ്യം പൂർണ്ണം എന്നാണ്. എരുമേലിയിലെ 9ഓളം സ്കൂളിലെ കുട്ടികൾക്ക് കോഴിക്കുഞ്ഞുങ്ങളെ നൽകി ഒരു ഗ്രാമത്തെയാകെ മുട്ടയിൽ സ്വയം പര്യാപ്തമാക്കുവാനുള്ള സ്വപ്ന പദ്ധതി. കണമല സാന്തോം സ്കൂളിൽ കഴിഞ്ഞ വാരം ഉത്സവമായിരുന്നു. മുഖ്യാതിഥിയും ഉദ്ഘാടകനുമായി എത്തിയ PC ജോർജ് MLA ഹർഷാരവത്തോടെയാണ് കുട്ടികൾ സ്വീകരിച്ചത്. സ്കൂളിലെ വിദ്യാർത്ഥിനികൾ, അധ്യാപകന്മാർ, പ്രധാന അധ്യാപിക, സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകൾ എന്നിവർ വമ്പിച്ച വരവേൽപ്പ് തന്നെ മുഖ്യാതിഥിക്ക് നൽകി. പഠനത്തോടൊപ്പം ചെറുവരുമാനവും എന്ന സന്ദേശമുയർത്തിക്കൊണ്ട് ആരംഭിച്ച മാതൃകാ ഗ്രാമം പദ്ധതിക്ക് ഉദ്ഘാടനത്തിന് മുമ്പ് ചെറു പരിശീലന ക്ലാസുകളും ഉണ്ടായിരുന്നു. മുട്ടക്കോഴികളുടെ പരിപാലന രീതികൾ പൊന്തമ്പുഴ വെറ്ററിനറി സർജൻ സുബിൻ കുട്ടികൾക്കായി വിശദീകരിച്ചു കൊടുത്തു. അവർ എല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്നു. വെറുതെയല്ല, ഏതാണ്ട് 5000ഓളം കോഴിക്കുഞ്ഞുങ്ങളെയാണ് ഗ്രാമത്തിലാകെ വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിവർഷം 7 ലക്ഷം മുട്ടയുടെ അധിക ഉൽപ്പാദനമാണ് ഉണ്ടാകുന്നത്. ഉദ്ഘാടന പ്രസംഗത്തിൽ MLA തന്നെ എല്ലാം വിശദീകരിച്ചു. എല്ലാത്തിനും നേതൃത്വം നൽകാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS കൃഷ്ണകുമാറും ചീഫ് വെറ്ററിനറി ഓഫീസർ ചന്ദ്രമോഹനൻ നായരും ഒപ്പമുണ്ടായിരുന്നു. കണമല സാന്തോം സ്കൂൾ കൂടാതെ 9ഓളം സ്കൂളുകളിലാണ് മുട്ടക്കോഴി വിതരണ പദ്ധതി. ഇതിനായി 810ഓളം വിദ്യാർത്ഥിനികളെ ഗുണഭോക്താക്കളായി തിരഞ്ഞെടുത്തു. കുഞ്ഞു കൈകളിൽ കോഴിക്കുഞ്ഞ് വന്നെത്തുമ്പോൾ പഠനത്തോടൊപ്പം ഒരു ചെറുവരുമാനവും പ്രതീക്ഷിക്കാം. ഒപ്പം ഗ്രാമത്തിൽ മുട്ടയുടെ സ്വയം പര്യാപ്തതയും നേടാം. 5 മുതൽ 9 ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് കോഴിക്കുഞ്ഞുങ്ങളെ നൽകുന്നത്. കോഴിക്കുഞ്ഞു വിതരണം വലിയ ഉത്സവമായിരുന്നു. ചെറുകൂടകളും വലിയ ബാസ്ക്കറ്റുകളുമായി രാവിലെ തന്നെ സാന്തോം സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വിദ്യാർത്ഥികളെത്തി. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ എഗ്ഗർ നഴ്സറികളിൽ ശ്രദ്ധാപൂർവം വളർത്തുന്ന കോഴിക്കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്തത്. വിദ്യാർത്ഥികളോടൊപ്പം കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങുവാൻ രക്ഷിതാക്കളും പങ്കുചേർന്നു. പ്രതിവർഷം 180ഓളം മുട്ടകളിടുന്ന ഗ്രാമപ്രിയ കോഴികളായി ഇവിടെ താരം. കോഴിക്കുഞ്ഞുങ്ങൾ 45 ദിവസം പ്രായമെത്തിയതേയുള്ളൂ. നല്ല ചുറുചുറുക്കും ചൈതന്യവും. എല്ലാം വ്യത്യസ്ത നിറത്തിലും രൂപത്തിലും ഭാവത്തിലും കുഞ്ഞുങ്ങളുടെ കൈകളിലേക്ക് ചേക്കേറിക്കൊണ്ടേയിരുന്നു. സാധാരണ സർക്കാർ പദ്ധതികളെപ്പോലെ ഒരിടത്ത് തുടങ്ങി ഒരിടത്ത് അവസാനിക്കുന്നതല്ല ഈ കോഴി വളർത്തൽ പ്രക്രിയ. അതിന് അതിൻ്റേതായ ചിട്ടവും വട്ടവുമുണ്ട്. സ്വന്തം മണ്ഡലത്തിൽ ഈ പരിപാടി ഇങ്ങനെയൊക്കെ നടക്കണം എന്ന് MLAക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ഹരിതം സുന്ദരവുമായി അത് പങ്കുവച്ചു. പൂഞ്ഞാറിലെ നിയമസഭാ സാമാജികൻ ശ്രീ PC ജോർജ് നമ്മോടൊപ്പം ഉണ്ട്. മാതൃകാ ഗ്രാമ പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം ഹരിതം സുന്ദരവുമായി പ്രതികരിക്കുന്നു. നമസ്കാരം സാർ. നമസ്കാരം. ഈ അങ്ങയുടെ പഞ്ചായത്തിൽ ഇപ്പോൾ 810ഓളം, അങ്ങയുടെ ഈ മണ്ഡലത്തിൽ 810ഓളം കുട്ടികൾ 5 കോഴിക്കുഞ്ഞുങ്ങളുമായി ഇന്ന് വീട്ടിൽ പോവുകയാണ്. ഭക്ഷ്യഭദ്രതയുടെ വലിയ സന്ദേശമായി. എന്ത് തോന്നുന്നു? ഇത് 810 പിള്ളേർക്ക് 5 കോഴി വെച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു
അഞ്ച് കോഴി മുട്ടയിടുക എന്ന് 2 മാസം പ്രായമായ കോഴി കൊടുക്കുന്നത്. അപ്പം മുട്ട പൂർണ്ണമായി സ്വയം പര്യാപ്തത ഈ ഗ്രാമത്തിൽ സംശയമില്ല. ഇത് ഞാൻ ആദ്യം ചെയ്യുന്നതല്ല. ഇതിനു മുമ്പ് എൻ്റെ നിയമത്തിലെ 9 പഞ്ചായത്തുകളിൽ 1600 കുടുംബങ്ങളിൽ 20 കോഴിയെ വെച്ച് കൊടുത്തായിരുന്നു. 20 കോഴിയും കോഴിക്കൂടും തീറ്റയും കൊടുത്തു. അത് വലിയൊരു വിജയമായിട്ട് തോന്നി. പിന്നെ ചിലയിടത്തൊക്കെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നെ ചിലത് വിറ്റ് തിന്നുന്നുണ്ട്, ഒന്ന് ഭക്ഷിച്ച് നിന്നു. എന്നാലും അവർ തിന്നട്ടെ, അവരുടെ ജീവിതത്തിൽ ആരോഗ്യമുണ്ടല്ലോ. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോഴിമുട്ട ഇപ്പോൾ 3 കോടി കോഴിമുട്ടയാണ് ഇപ്പോൾ തമിഴ്നാട്, കർണാടകം, ആന്ധ്രയിൽ നിന്നുകൊണ്ട് ഇറക്കുമതി. ഇത് നിർത്തണ്ടേ? ഇത് നിർത്തണമെങ്കിൽ നമ്മുടെ ആളുകൾ കോഴിയെ വളർത്തിയേ പറ്റൂ. ഇവിടെ കോഴിയെ വളർത്താനുള്ള സാഹചര്യമുണ്ട്. ഇത് കണമല സാന്തോം ഹൈസ്കൂൾ പറയുമ്പോൾ വളരെ നല്ല മനസ്ഥിതിയുള്ള നല്ലവരായ ഒരു കൂട്ടം ജനങ്ങളാണ്. കൃഷിക്കാരാണ് മുഴുവൻ, ദൈവവിശ്വാസികളാണ്, പരിശുദ്ധമായ ജീവിതം കഴിക്കുന്ന നല്ല ഗ്രാമീണ അന്തരീക്ഷമുള്ള മേഖലയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് കോഴി വളർത്തുന്നു, അതൊക്കെ നല്ല കാര്യം. ഈ അടുത്തത് ആട് ഗ്രാമമാക്കാൻ ശ്രമിക്കുകയാണ്. ആട് എന്ന് പറയുമ്പോൾ 6 ആടിനെയാണ് കൊടുക്കുന്നത്. 6 ആടിനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ 5 പെണ്ണാടും 1 മുട്ടനാടിനെ കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക സ്കീമിൽ ചെയ്യാൻ പറ്റും. സാറ്റലൈറ്റ് പ്രോജക്റ്റ് ഗവൺമെൻറ് ഉണ്ടാക്കുന്നുണ്ട്, നേരത്തെ ഉള്ള പ്രോജക്റ്റാണ്. അപ്പോൾ അത് ഒന്ന് റിവൈസ് ചെയ്ത് നടപ്പാക്കി കഴിഞ്ഞാൽ ഇവിടെ അതിനുള്ള തീറ്റയുണ്ട്. ഇവിടെ പ്രത്യേകിച്ചും വനത്തോട് ചേർന്ന പ്രദേശമാണ്. അപ്പോൾ ആ നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അത് തന്നെ ഇവിടെ വനപ്രദേശം എന്ന് പറയുമ്പം ഇവിടെ വലിയ കാട്ടാനയുടെയും കാട്ടുമൃഗങ്ങളുടെയും ശല്യമുണ്ട്. ആ ശല്യമൊക്കെ ഒഴിവാക്കിയെടുക്കാൻ ശക്തമായ നീക്കം നമ്മൾ നടത്തുകയാണ്. ഇപ്പോൾ സൗരോർജ കമ്പി വേലിയിടുക. ആനയെയും കാട്ടുപന്നിയുടെ ശല്യത്തിൽ നിന്ന് മാറാൻ പറ്റും. 13 കിലോമീറ്റർ നീളത്തിലാണ് വേലിയിടാൻ പോകുന്നത്. 5 കിലോമീറ്റർ പണി തുടങ്ങുന്നു, ബാക്കി 8 കിലോമീറ്റർ ഉടനെ തന്നെ പണി ആരംഭിക്കാൻ പറ്റും. എല്ലാ സർക്കാരും പറയുന്നത് ഈ ഭക്ഷ്യഭദ്രതയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഭക്ഷ്യഭദ്രത അത് കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു പങ്ങയുടെ മണ്ഡലത്തിൽ ആദ്യ സംരംഭം തുടങ്ങുകയാണ്, മൃഗസംരക്ഷണം. അതിനെന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് നമ്മൾ നോക്കിയാൽ നടക്കുമല്ലോ. എത്രയോ പ്രദേശങ്ങളിലാണ് സ്ഥലം വെറുതെ ഇട്ടിരിക്കുന്നത്. അതൊക്കെ ഇവിടെ കൃഷി ചെയ്യണമെന്നേ. വെണ്ട, പാച്ചിൽ, പാവൽ, കപ്പ, അല്ലെങ്കിൽ അതുപോലെ ചെറിയ കൃഷികളെല്ലാം നടത്താം. നമ്മുടെ പയർ, ഇതൊക്കെ നമുക്ക് ഭക്ഷ്യധാന്യങ്ങളല്ലേ. ഇതൊക്കെ ചെയ്യാനുള്ള സന്മനസ് കാണിക്കണം. നമ്മൾ പഴമയിലേക്ക് പോകണം. ഭാരതം ഋഷീശ്വരന്മാരുടെ രാജ്യമാണ്. ആ പഴമയിലേക്ക് പോകാതെ നമ്മൾ രക്ഷപ്പെടില്ല. ഈ സായിപ്പിൻ്റെ സംസ്കാരവും നമുക്ക് പറ്റിയതല്ല. സായിപ്പിൻ്റെ സംസ്കാരത്തിൽ അവന് ഒരു നേരം ഭക്ഷണം, ഒരു നേരം അറിയാമല്ലോ. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല, നമുക്ക് പറ്റിയതല്ലത്. നമ്മൾ ഭാരതീയരാണ്. ആ ഭാരതത്തിൻ്റെ സംസ്കാരം പൂർണ്ണമായി എടുത്തുകൊണ്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഞാൻ അതെനിക്ക് ഉള്ള ശ്രമം നടത്തുന്നത്. വിശ്വാസപരമായ കാര്യവും എല്ലാം ഇതിപ്പോൾ ഒരു മതേതര രീതിയല്ലേ വരേണ്ടത്. എരുമേലി പഞ്ചായത്ത് എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കോടി അയ്യപ്പന്മാർ ഒരു വർഷം വരുന്നത്. ആ അയ്യപ്പന്മാർ മുഴുവൻ ബാബരുപള്ളി കയറി വണങ്ങിപ്പോവുക. ഒരു മതേതരത്തിൻ്റെ കേന്ദ്രം. പിന്നെ ഒരുമയുടെ സ്ഥലമല്ലേ ഇത്. അതുപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ വിമാനത്താവളം, ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാനത്താവളം ഉണ്ടാകാൻ പോകുന്നു ഇന്ത്യയിൽ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ വിമാനത്താവളം ഉണ്ടായിക്കഴിഞ്ഞാൽ 6 കിലോമീറ്റർ ഡയറക്റ്റ് റൺവേ ഉള്ള ഒരു വിമാനത്താവളം ഇന്ത്യയിലില്ല. 6 കിലോമീറ്റർ വിമാനത്താവളം ഉണ്ട് ബോംബെയിലൊക്കെ, പക്ഷെ അത് വളച്ച് തിരിച്ചാണ്. ഇത് ഡയറക്റ്റായിട്ട് 6 കിലോമീറ്റർ കിട്ടുന്നതാണ്. വലിയ സാധ്യതയുള്ള വിമാനത്താവളമാണ്. ആ വിമാനത്താവള പദ്ധതി വളരെ വേഗം പ്രാവർത്തികമാക്കാനുള്ള ശ്രമത്തിലാണ്. അതുപോലെ എരുമേലി ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ 15 കൊല്ലമായിട്ട് നടക്കുകയാണ്. ഇത്തവണ അത് ഉണ്ടാവും. ആ വിമാനത്താവളം സ്പീഡിലുണ്ടാക്കാനുള്ള നടപടി, അതിൻ്റെ റെയിൽവേ സ്റ്റേഷനെ നമ്മുടെ പ്രപ്പോസൽ സ്ഥലം പോലും നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞു. വളരെ സ്പീഡിൽ നടക്കും എന്നാണ് ഞാൻ. ഇത്തരത്തിലുള്ള പദ്ധതിയൊക്കെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ കുറച്ച് ആളുകൾക്ക് ഇതെന്തെങ്കിലും വിതരണ പദ്ധതി നടത്തിയതിന് ശേഷം അത് നിൽക്കുകയാണ്. പക്ഷേ അതിന് തുടർച്ച ഇല്ല. ഞാൻ 20 കോഴിയെ കൊടുത്തെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ കൊടുത്ത പല വീടുകളിലും ഞാൻ 1 വർഷം 2 വർഷം കഴിഞ്ഞ് ഒന്ന് പരിശോധിച്ചിട്ട് എന്തായി നേരിട്ട് പോകും. അത് ചിലയിടത്ത് 3000 മുട്ട വിറ്റു, ചിലയിടത്ത് 4000 വിറ്റു, ചിലയിടത്ത് 2000, ഇങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. ചിലയിടത്ത് ഒന്നും വിറ്റില്ല, അതെല്ലാം കോഴിയെ തിന്ന് തീർത്തു. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ദുഃഖമുണ്ട്. ചിലർ ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിനെ വിറ്റ് ചെയ്യുന്ന അങ്ങനെ ദുഃഖിക്കുന്ന സംഭവം. എന്നാലും അവർ ജീവിക്കുകയാണ്. നമുക്കതിന് സങ്കടമില്ല. അപ്പോൾ ഈ MLA ഫണ്ടിൽ നിന്നൊക്കെ ധാരാളം പദ്ധതികൾക്ക് പണം അനുവദിക്കാറുണ്ട് കാർഷിക ആവശ്യത്തിനായിട്ട്. ഇപ്പോൾ ഇതുപോലുള്ള കുട്ടികളെ ഇവിടെ ഞാൻ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, 100% വിജയം മേടിക്കുന്ന പിള്ളേർക്കെല്ലാം കോഴി ബിരിയാണി, പിള്ളേർക്കും സാറന്മാർക്കെല്ലാം കോഴി ബിരിയാണി കൊടുക്കും. കോഴി ബിരിയാണി കൊടുക്കും. എൻ്റെ നേടുന്ന മുഴുവൻ പിള്ളേർക്കും കോഴി ബിരിയാണി കൊടുത്തിട്ടുണ്ട് ഞാൻ. കൃഷിയിലേക്ക് ഇറങ്ങുന്ന ഈ ഭാവി തലമുറയ്ക്ക് ഒരു സന്ദേശം: കൃഷിയെ ഉപേക്ഷിക്കരുത്. കൃഷിയുടെ മഹത്വം മനസ്സിലാക്കണം.
കൃഷിയുടെ മഹത്വം മനസ്സിലാക്കി പ്രവർത്തിച്ചെങ്കിലേ നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് ഏത് ജോലിയിൽ എത്തിപ്പെട്ടാലും 1 മണിക്കൂർ നേരം കൃഷിപ്പണിയിൽ ഏർപ്പെടണം, കൃഷിയുമായി ബന്ധപ്പെടണം, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ ജീവിക്കാവൂ എന്നാണ് എനിക്ക് അടുത്ത തലമുറയോട് വിനയത്തോടുകൂടി പറയാനുള്ളത്. വളരെ നന്ദി ശ്രീ പി. സി. താങ്ക് യു. ഏതാണ്ട് 5000-ഓളം കോഴിക്കുഞ്ഞുങ്ങളെ സ്കൂളിലെ കുട്ടികൾക്ക് നൽകി ഗ്രാമത്തെ മുട്ട ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുന്ന മാതൃക ഗ്രാമം പദ്ധതിയുമായി മൃഗസംരക്ഷണ വകുപ്പ് മുന്നോട്ടു പോയത് വ്യക്തമായ ആസൂത്രണത്തോടെയായിരുന്നു. തികച്ചും ഭാവനാപൂർണമായ മുന്നൊരുക്കമാണ് പദ്ധതിക്കായി ചെയ്തത്. രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളുമടങ്ങുന്ന വലിയ ഒരു ടീമിനെ തന്നെ മുൻനിരയിൽ കൊണ്ടുവന്നു. സ്കൂളിൽ ആർക്കൊക്കെ കോഴിക്കുഞ്ഞുങ്ങളെ നൽകണം, ഏത് ക്ലാസ്സിലെ കുട്ടികൾക്കായിരിക്കണം മുൻഗണന നൽകേണ്ടത്, കുട്ടികളുടെ വീട്ടിലെ പശ്ചാത്തലം എന്താണ്, ഇത്തരം കാര്യങ്ങൾക്കായി ഒരു ഗവേഷണം തന്നെ നടത്തി. ഒടുവിൽ ഗുണഭോക്താക്കളെയും തീരുമാനിച്ചു. ഇനി കോഴിക്കുഞ്ഞുങ്ങളെ എവിടെ നിന്നെങ്കിലും നൽകിയാൽ പോരാ, അത് തികഞ്ഞ ഉത്തരവാദിത്വത്തോടെയും പ്രതിബദ്ധതയോടെയും നിർവഹിക്കണം. അതിനായി മൃഗസംരക്ഷണ വകുപ്പിന് ചില സംവിധാനങ്ങളുണ്ട്. സംസ്ഥാനമാകെയുള്ള രജിസ്റ്റേർഡ് എഗ്ഗർ നഴ്സറികളെയാണ് ഇതിനായി മൃഗസംരക്ഷണ വകുപ്പ് ആശ്രയിക്കുന്നത്. അത്തരമൊരു എഗ്ഗർ നഴ്സറിയിലേക്ക് ഞങ്ങൾ പോയി. എരുമേലി ഗ്രാമത്തിൻ്റെ അങ്ങേയറ്റമായ ചേനപ്പാടിയിലായിരുന്നു അത്. റബ്ബർ കർഷകരുടെ സ്ഥലമാണ് ചേനപ്പാടി. സ്വതവേ തളർന്നുപോയ റബ്ബറിൻ്റെ സ്ഥാനത്ത് ഇന്ന് കോഴി വളർത്തൽ പരിപാലനമാണ് ഇവിടെ മുഖ്യം. ചേനപ്പാടിയിലെ കൂവക്കാട്ട് വീട്ടിൽ ബിനുവിൻ്റെ അതുൽകൃഷ്ണ നഴ്സറിയിലേക്കാണ് യാത്ര. ബസ് കണ്ടക്ടറായിരുന്ന ബിജു 2011 ജോലി ഉപേക്ഷിച്ച് മൃഗസംരക്ഷണ വകുപ്പിനെ ആശ്രയിക്കുകയായിരുന്നു. വകുപ്പിൻ്റെ മണർക്കാടും ചെങ്ങന്നൂരുമുള്ള ഫാമുകളിൽ പരിശീലനം നേടി. കിട്ടാവുന്നത്ര പുസ്തകങ്ങൾ വായിച്ചു. ഒടുവിൽ 2011 എഗ്ഗർ നഴ്സറി ആരംഭിച്ചു. വകുപ്പിൻ്റെ അംഗീകൃത ഫാമുകളിൽ നിന്ന് ലഭിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെ 45 മുതൽ 50 ദിവസം വരെ വളർത്തി വിപണനത്തിന് തയ്യാറാക്കുകയാണ് എഗ്ഗർ നഴ്സറിയുടെ തന്ത്രം. 1-ാം ദിവസത്തെ കോഴിക്കുഞ്ഞിന് 21 രൂപ നൽകിയാണ് സ്വന്തമാക്കുന്നത്. പരിപാലനത്തിനായി മികച്ച ഷെഡുകൾ ബിനു നേരത്തെ തന്നെ തീർത്തു. വെയിലിൻ്റെ വീറേൽക്കാത്ത നല്ല റബ്ബർ മരത്തണലുകളിലാണ് നഴ്സറി കൂടുകൾ. ഒക്കെയും GI പൈപ്പുകളിൽ ഉയർന്നു നിൽക്കുന്നു. വെയിലിൻ്റെ വീറിനെ തടയാൻ ഫൈബർ കോട്ടഡ് ടിൻ ഷീറ്റുകൾ മേൽക്കൂരയായി പതിച്ചു. വയർ മെഷുകൾ അതിർത്തി വലകൾ തീർത്തു. ഒപ്പം ഇഴജന്തുക്കൾ കയറാതിരിക്കാൻ ഷെയ്ഡ് നെറ്റുകളും. 4000 ചതുരശ്ര അടി വരുന്ന വലിയ ഒരു കൂടാണ് റബ്ബർ മരത്തണലിൽ ബിനു തീർത്തത്. 6000 കോഴിക്കുഞ്ഞുങ്ങൾക്ക് നന്നായി പാർക്കാൻ ഇവിടെ അവസരമുണ്ട്. കോൺക്രീറ്റ് ചെയ്ത തറയിൽ വിരിപ്പായി അരക്കപ്പൊടിയെ തന്നെയാണ് ബിനു കൂട്ടിയത്. ഒക്കെയും 5 സെന്റിമീറ്റർ കനത്തിൽ നന്നായി വിരിപ്പിട്ടു. കോഴിക്കുഞ്ഞുങ്ങൾക്ക് യഥാസമയം തീറ്റ തിന്നുവാൻ ഹാങ്ങിങ് ഫീഡറുകൾ തീർത്തു. വെള്ളത്തിനും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. 100 കോഴികൾക്കായി 2 തീറ്റപ്പാത്രം എന്നതാണ് കണക്ക്. വെള്ളപ്പാത്രത്തിനും അതേ കണക്ക് തന്നെ. 48ഓളം ഹാങ്ങിങ് ഫീഡറുകളും 60ഓളം പാനപാത്രങ്ങളുമാണ് 4000 ചതുരശ്ര അടി ഷെഡിൽ ബിനു ഒരുക്കിയത്. ചേനപ്പാടി അതുൽകൃഷ്ണ എഗ്ഗർ നഴ്സറിയുടെ അമരക്കാരായ ബിനുവും അമ്പിളിയും നമ്മോടൊപ്പം ഉണ്ട്. ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം ബിനു. നമസ്കാരം. എത്ര വർഷമായി ബിനു ഈ ഫാം തുടങ്ങി? 6 വർഷമായി. 6 വർഷം. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ അംഗീകൃത എഗ്ഗർ നഴ്സറി ആയിട്ട് എത്ര വർഷമായി? 6 വർഷമായി. 6 വർഷമായി. ഇപ്പോൾ ഒരു വർഷം പോട്ടെ, ഒരു മാസം എത്രത്തോളം കുഞ്ഞുങ്ങളെ മുട്ട കോഴിക്കുഞ്ഞുങ്ങളെ സപ്ലൈ ചെയ്യാൻ കഴിയുന്നു? 4000-5000 കോഴിക്കുഞ്ഞുങ്ങളോളം സപ്ലൈ ചെയ്യാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ എവിടെ നിന്നാണ് ഈ കോഴിക്കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തുന്നത്? മണർകാട്, ചെങ്ങന്നൂർ, മണ്ണുത്തി. ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പം അതുൽകൃഷ്ണ എഗ്ഗർ നഴ്സറിയിൽ നിന്നും കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിച്ചു കൊണ്ടുവന്ന കർഷകർക്ക് എന്തൊക്കെ ഉറപ്പുകൾ നൽകാൻ കഴിയും? ഞങ്ങൾ കൊടുക്കുന്ന എല്ലാ വാക്സിനേഷനും എടുത്തിട്ടാണ് കോഴികളെ കൊടുക്കുന്നത്. കുത്തിവെപ്പ് വരെ എടുത്തിട്ടാണ് കൊടുക്കുന്നത്. എന്തൊക്കെ വാക്സിനേഷനാണ് എടുക്കുന്നത്? ലെസോട്ട, IBD, ബരമരുന്ന്, RDVK തുടങ്ങിയ കുത്തിവെപ്പ് എടുത്താണ് കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത്. എപ്പോഴെങ്കിലും ഈ ഇത്തരം രോഗങ്ങൾ പിന്നീട് വന്നതായിട്ട് ഓർമ്മയുണ്ടോ? ഇല്ല. അപ്പോൾ അതായത് അതുൽകൃഷ്ണ എഗ്ഗർ നഴ്സറിയിൽ നിന്ന് നൽകുന്ന കോഴിക്കുഞ്ഞുങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമാണ് കർഷകരുടെ ഭവനങ്ങളിൽ, കർഷകരുടെ കൃഷിയിടങ്ങളിൽ എന്നാണ് ബിനു വ്യക്തമാകുന്നത്. ഇനി അമ്പിളിയോട് സംസാരിക്കാം. അമ്പിളി, ശരിയാണോ ഇതൊക്കെ? ശരിയാണ്. ഒരു ദിവസം രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം വരെ ഈ നഴ്സറിയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് അറിയാൻ നമ്മുടെ പ്രേക്ഷകർക്കൊരു ആഗ്രഹമുണ്ട്. അമ്പിളി ഒന്ന് പറയാമോ? തീർത്ത് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ 10-15 ദിവസത്തേനും നമ്മൾ പാത്രത്തിൽ വെള്ളം കൊടുക്കണം, തീറ്റ കൊടുക്കണം. അത് കഴിയുമ്പം പിന്നെ തനിയെ വെള്ളം പാത്രത്തിൽ വരും. പിന്നെ നമ്മൾ തീറ്റ മാത്രം ഇട്ട് കൊടുത്താൽ മതി. എങ്ങനെ വരും വെള്ളം? ട്രിങ്കർ വഴി വെള്ളം വരും. അപ്പോൾ ഇതെല്ലാം ഓട്ടോമാറ്റിക് സംവിധാനങ്ങളാണ്. ആദ്യം നമ്മളല്ലാതെ പാത്രത്തിൽ നിറച്ച് കൊടുക്കണം 10-15 ദിവസത്തേക്കിന്. അത് കഴിയുമ്പോൾ തനിയെ ട്രിങ്കർ വഴി വെള്ളം വരും.
ഈ കോഴിക്കുഞ്ഞുങ്ങൾ വളരാൻ വേണ്ടി എന്തൊക്കെ തീറ്റയാണ് നൽകുന്നത്? ആദ്യം ഷാർട്ടർ കൊടുക്കണം. എത്ര പിന്നെ ദിവസം വരെ സ്റ്റാർട്ടർ കൊടുക്കും? 15 ദിവസം. തുടർന്ന് പിന്നെ ഫിനിഷർ കൊടുക്കണം. അപ്പോൾ ഇത് ഏകദേശം എത്രാമത്തെ ദിവസം ആകുമ്പോഴാണ് നിങ്ങളിത് പൂർണ്ണ വളർച്ചയെത്തി മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്? 45 60 ദിവസം. ഇപ്പോൾ അമ്പിളി ഇങ്ങനെയൊക്കെ ഈ കോഴിയൊക്കെ വളർത്തുന്ന കാര്യം ഈ നാട്ടുകാർക്കൊക്കെ അറിയാം. അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഈ പ്രാദേശികമായി ഇവിടുത്തെ വീട്ടമ്മമാർ അമ്പിളി അന്വേഷിച്ച് വരാറുണ്ട്. ഉണ്ട്. അവർ പറയുകയാണ് ഞങ്ങൾക്ക് വീട്ടിലേക്ക് ഒരു 5 കോഴിയെ താന്ന് പറഞ്ഞ് വരാറുണ്ട്. അങ്ങനല്ല, നമ്മൾ അല്ലാതൊക്കെ വരുമ്പം 10 കോഴി 5 കോഴിയൊക്കെ താന്നും പറഞ്ഞ് വന്നാൽ നമ്മൾ പൈസ തന്നാൽ മേടിക്കും, അല്ലാതെ ചുമ്മാ അല്ല. കൊടുക്കും. കൊടുക്കും. പക്ഷേ പൈസ കൊടുക്കണം. കൊടുക്കണം. എത്ര രൂപ ഒരു കോഴിക്ക് വാങ്ങിയത്? ഒരു കോഴിക്ക് 100 രൂപ. ഇപ്പോൾ ബിനു തന്നെ പറഞ്ഞ 4000 കോഴിയോളം ഒരു മാസം വിൽക്കുന്നുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് പ്രതിമാസം 40,000 രൂപയുടെ ആദായമാണ് ഈ ഇതുകൊണ്ടുണ്ടാകുന്നത്. അത് പറയാൻ അമ്പിളിക്ക് മടിയുണ്ട്. എന്തായാലും ബിനുവിൻ്റെ ഒരു അഭിപ്രായം ഉണ്ട്. അപ്പോൾ ഒരു ഇപ്പോൾ മാതൃകയായ ഒരു സംരംഭകന് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണോ എഗ്ഗർ നഴ്സറി? തീർച്ചയായിട്ടും. അപ്പോൾ എന്തൊക്കെയാണ് ഒരു എഗ്ഗർ നഴ്സറി നടത്തുമ്പോൾ കുഞ്ഞുങ്ങളെ വളർത്തി 45 ദിവസമാക്കി അല്ലെങ്കിൽ 42 ദിവസമാക്കി വിപണിയിൽ എത്തിക്കുമ്പോൾ അതുവരെ സംഭവിക്കാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് പദ്ധതിയും മറ്റു കാര്യങ്ങളും സമയബന്ധിതമായി കോഴിക്കുഞ്ഞിനെ വിതരണം നടന്നാലേ അതിനകത്ത് പ്രയോജനങ്ങൾ നമുക്കുള്ളൂ. എങ്കിലേ നമുക്കൊരു വിശ്വാസ്യത ഉള്ളൂ. അങ്ങനെ ചെയ്യാൻ ഇപ്പോൾ കഴിയുന്നുണ്ട്. ഉണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു സമയബന്ധിതമായ ഈ ഒരു ക്രമം പാലിക്കുന്നത്? എങ്ങനെ നമ്മൾ കോഴിക്കുഞ്ഞിനെ എടുക്കുമ്പോഴേ നമ്മുടെ വെറ്റിനറി സർജനെ വിവരം അറിയിക്കും കോഴിക്കുഞ്ഞിനെ നമ്മൾ എടുത്തിട്ടുണ്ടെന്നും. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ മറ്റു മേഖലാ ഓഫീസുകളിലും അറിയിക്കും കുഞ്ഞുങ്ങളെ എടുത്തിട്ടുണ്ടെന്ന്. അതനുസരിച്ചുള്ള വിതരണ ക്രമീകരണങ്ങളെല്ലാം വെറ്റിനറി സർജനിൽ നിന്ന് ചെയ്തു തരാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരാൾ പൂർണ്ണമായിട്ടും ഒരു സംരംഭകൻ, നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭകൻ വന്ന് തുടങ്ങിയാൽ അയാൾക്ക് ഇതുകൊണ്ട് മാത്രം ഉപജീവനം കഴിയും? തീർച്ചയായിട്ടും കഴിയും. അയാൾക്ക് നൽകാൻ കഴിയുന്ന ഒരു ഉപദേശം എന്താ? നല്ലപോലെ കൃഷി ചെയ്താൽ നല്ലപോലെ പണം ഉണ്ടാക്കാം. ബിനുവിനെ പോലെ നല്ലവണ്ണം പണം ഉണ്ടാക്കാം. ബിനുവിനെ പോലെ എല്ലാ മറ്റാളുകൾക്കും നല്ലവണ്ണം പണം ഉണ്ടാക്കാൻ കഴിയട്ടെ. ബിനുവിനെ ഈ കാര്യത്തിൽ പൂർണ്ണമായിട്ടും എല്ലാത്തിനും സഹായിക്കുന്ന അമ്പിളി തന്നെയാണ്. അപ്പോൾ അമ്പിളി ഒരു ദിവസം എത്ര മണിക്കൂർ ഇതിൽ ജോലി ചെയ്യും? ഞങ്ങൾ ഒരു 2-2.5 മണിക്കൂർ പണിയുള്ളൂ. 2.5 മണിക്കൂറത്തെ ജോലിയുള്ളൂ. പിന്നെ വൈകുന്നേരം അതുപോലെ തന്നെ. വൈകുന്നേരം 2.5 മണിക്കൂർ. അപ്പോൾ ഒരു ദിവസം ഏകദേശം 12 മണിക്കൂറുള്ളതിൽ ഒരു 5 മണിക്കൂറോളം അമ്പിളിയുടെ ഈ കാര്യത്തിൽ പോകും. അപ്പോൾ വീട്ടിലെ മറ്റു ജോലിയൊക്കെ ഇതുമായിട്ട് മുടങ്ങുമോ? ഒന്നും മുടങ്ങത്തില്ല. ഇതെല്ലാം സമർത്ഥമായി കൊണ്ടുപോകാൻ കഴിയും. ഒരു വീട്ടമ്മയ്ക്ക് ധൈര്യമായിട്ട് കൈവെക്കാവുന്ന ഒരു മേഖലയാണ്. അതെ. മറ്റുള്ള വീട്ടമ്മമാർക്ക് ഇതൊരു പാഠമാണ്. അവരെ നോക്കിയത് പറയാമോ? തീർച്ചയായിട്ടും വീട്ടമ്മമാർക്ക് നല്ലൊരു വരുമാനം ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു തൊഴിലാണ് ഇത്. അമ്പിളിയെപ്പോലെ മറ്റു വീട്ടമ്മമാരും വരുമാനം ഉണ്ടാക്കട്ടെ എന്ന് ഹരിതസുന്ദരം പ്രാർത്ഥിക്കുന്നു. വകുപ്പിന്റെ ഫാമുകളിൽ നിന്നും എത്തിച്ചേർന്ന ഗ്രാമപ്രിയ കോഴികൾ സങ്കരമാണ്. മികച്ച മുട്ടയുൽപാദന ശേഷിയുള്ള വൈറ്റ് ലഗോൺ കോഴികളെ നാടൻ കോഴികളുമായി സംയോജിപ്പിച്ചാണ് സങ്കരവർഗം ഗ്രാമപ്രിയയെ ഉൽപ്പാദിപ്പിച്ചത്. കറുപ്പും വെള്ളയും ചുമപ്പും മഞ്ഞയുമൊക്കെ ഇക്കൂട്ടരിലുണ്ട്. ചിലർക്ക് കഴുത്തിൽ രോമം തീരെയില്ല, എന്നാൽ കാണാൻ 7 അഴകാണ്. മഞ്ഞച്ചുണ്ടും മഞ്ഞക്കാലും കറുപ്പ് കണ്ണുകളുമുള്ള ഗ്രാമപ്രിയ കോഴികൾ ആരെയും ആവേശഭരിതരാക്കും. വർഷത്തിൽ 180ഓളം മുട്ട കിട്ടും എന്നതാണ് ഗ്രാമപ്രിയയുടെ മേന്മ. കേടായ ധാന്യങ്ങൾ, അടുക്കളയിൽ നിന്ന് വലിച്ചെറിയുന്ന അവശിഷ്ടങ്ങൾ ഇവയൊക്കെ തന്നെ തീറ്റയാക്കിക്കൊള്ളും. മുറ്റമാകെ കൊത്തിപ്പറക്കി നടന്ന് നല്ല തവിട്ട് മുട്ടകൾ നൽകാൻ ഗ്രാമപ്രിയ എന്നും റെഡി. മുറ്റത്തെ കോഴികളെ മികച്ച കോഴികളാക്കാൻ എഗ്ഗർ നഴ്സറിക്കാർക്ക് മികച്ച തന്ത്രങ്ങൾ തന്നെയുണ്ട്. ഓരോ 21-ാം പക്കവും കൃത്യമായ വിരമരുന്നുകൾ നൽകും. കോഴി വസന്തയ്ക്കും ഗംബോറോ അസുഖത്തിനുമുള്ള വാക്സിനുകൾ കൃത്യമായി നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കും. എല്ലാത്തിനും മൃഗസംരക്ഷണ വകുപ്പിലെ ഡോക്ടർമാരുടെ കൂട്ടുണ്ട്. ആദ്യ ആഴ്ച അറുതിയിലും 35-ാം പക്കവും കോഴി വസന്തയ്ക്കുള്ള കുത്തിവെപ്പ് നൽകും. 2-ാം ആഴ്ചയിൽ ഗംബോറോ അസുഖത്തിനുള്ള പ്രതിരോധ മരുന്നുകൾ വേണ്ട വിധം നൽകും. എല്ലാം കൃത്യമായ വെറ്ററിനറി മേൽനോട്ടത്തോടെ. 45-ാം പക്കം കഴിഞ്ഞാൽ കോഴിക്ക് മറ്റൊരു വിലയാണ്. അല്പം ആരോഗ്യവും ചൈതന്യവും കൂടും. സ്കൂൾ പോൾട്രി ക്ലബിനും മാതൃകാ ഗ്രാമം പദ്ധതിക്കും 50 ദിനം പിന്നിട്ട കോഴിക്കുഞ്ഞുങ്ങളെയാണ് ഉപയോഗിക്കുക. അതിനായി മറ്റൊരിടത്ത് പ്രത്യേക ഷെഡ് തന്നെ ബിനു തീർത്തിട്ടുണ്ട്. അവിടെ പ്രത്യേകം സജ്ജമാക്കിയ ബ്രൂഡറുകളുണ്ട്. കോഴിക്കുഞ്ഞ് വന്ന ദിനം മുതൽ 3 ആഴ്ച വരെ കൃത്യമായ ബ്രൂഡർ പരിപാലനം വേണം. വൈദ്യുതി ബൾബിൻ്റെ സഹായത്തോടെ കൃത്രിമ ചൂട് എന്ന് അർത്ഥം. കോഴിയൊന്നിന് 2 വാട്ട് കിട്ടത്തക്കവണ്ണം 18 ഇഞ്ച് ഉയരത്തിലാണ് ബൾബുകൾ ക്രമീകരിക്കുക. ചൂട് കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ കൃത്യമായി നിരീക്ഷിക്കണം. 4000 കോഴിക്കുഞ്ഞുങ്ങൾക്ക് പാർക്കാനുള്ള 6000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കൂടാരം തന്നെ ഇവിടെയും പണിതത്.
LKG വിദ്യാർത്ഥിയായ മകൻ അതുൽ കൃഷ്ണ എല്ലാത്തിനും കൂട്ടായി ബിനുവിനോടൊപ്പം ഉണ്ട്. കൃത്യമായ മുന്നൊരുക്ക സംവിധാനവും പശ്ചാത്തല സൗകര്യവും ഉണ്ടെങ്കിൽ ഒരു ഗ്രാമത്തെ മാതൃകാ ഗ്രാമത്തിലേക്ക് കൈപിടിച്ചു കൂട്ടിക്കൊണ്ടുപോകുന്നതിൽ വലിയ പ്രയാസമില്ല. അത് തെളിയിക്കുകയാണ് എരുമേലി ഗ്രാമം. ഭക്ഷ്യം പൂർണ്ണം എന്ന മുദ്രാവാക്യത്തോടെ ആരംഭിച്ച മാതൃകാ ഗ്രാമം പദ്ധതി അനുദിനം മുന്നേറുകയാണ്. ഒരു ഗ്രാമത്തെയാകെ മുട്ടയുൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുവാൻ, ഒരു ഗ്രാമത്തെയാകെ ഭക്ഷ്യഭദ്രതയിലേക്ക് നയിക്കുവാൻ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സ്വപ്ന പദ്ധതി സാക്ഷാത്കാരം നേടുകയാണ്. 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെയാണ് ഇതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അത് നമ്മൾ സ്കൂളുകളിലേക്ക് ബെനിഫിഷ്യറി സെലക്ഷന് വേണ്ടിയിട്ട് സ്കൂളിലെ ഹെഡ് മാസ്റ്ററോ ഹെഡ് മിസ്ട്രസ്സന്മാരെയാണ് മുൻകൈ എടുക്കുന്നത്. കാരണം അവർക്ക് ഓരോ കുട്ടികളെ ഇൻഡിവിജ്വലായിട്ട് അറിയാം, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അറിയാം, ഏത് വിഭാഗത്തിൽപ്പെടുന്നവരാണ്, അവർക്ക് ആനുകൂല്യം ലഭ്യമാക്കാനായിട്ട് അർഹരാണോ, ഇതൊക്കെ അറിയാൻ പറ്റും. അത് കാരണം ബെനിഫിഷ്യറി സെലക്ഷൻ പൂർണ്ണമായിട്ടും സ്കൂളിനെ ആശ്രയിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അവർ ബെനിഫിഷ്യറി ലിസ്റ്റ് തരും. ആ ലിസ്റ്റ് പ്രകാരമാണ് നമ്മളുടെ കുട്ടികളുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. നമ്മളുടെ അംഗീകരിച്ച ഗവൺമെൻറ് എഗ്ഗർ നഴ്സറിയിൽ നിന്നുമാണ് ഇത് ലഭ്യമാക്കുന്നത്. അങ്ങനെയുള്ള അപ്രൂവ്ഡ് എഗ്ഗർ നഴ്സറികളിൽ നിന്ന് മാത്രമേ നമ്മൾ വാങ്ങാറുള്ളൂ. കാരണം കൃത്യമായ വാക്സിനേഷനും പരിചരണവും ലഭിച്ച കോഴികളെയാണ് കുട്ടികൾക്ക് നൽകുന്നത്. സെക്സിങ് കഴിഞ്ഞ, അതായത് പിടക്കോഴി കുഞ്ഞുങ്ങൾ 95% പിടക്കോഴി കുഞ്ഞുങ്ങളെയാണ് സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. ആ കുഞ്ഞുങ്ങളെയാണ് മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന ഉപാധിയായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത്. പരിശീലന ക്ലാസ് ഇതിനാവശ്യമാണ്. അതിനുള്ള പരിശീലന ക്ലാസ് കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ കുട്ടികൾക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നത്. മുട്ട വ്യാപാര രംഗത്ത് മറുനാടൻ ലോബികളുടെ കുത്തക തകർക്കുക അത്രയൊന്നും എളുപ്പമല്ല. എങ്കിലും ഈ രംഗത്ത് നമ്മുടെ ചില കർഷകരുടെ മുന്നേറ്റങ്ങൾ കാണാതിരിക്കുക വയ്യ. അനവധി സംരംഭകർക്ക് ഈ രംഗത്ത് ഇനിയും ഭാവിയുണ്ട്. അവരെ സഹായിക്കാൻ സർക്കാരുമുണ്ട്. ബിനുവിനും അമ്പിളിക്കും അതുൽ കൃഷ്ണ നഴ്സറിക്കും എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് മറ്റൊരു എപ്പിസോഡുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. ഹരിതം സുന്ദരം.